ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് രസ്മലായി പുഡിംഗ് എങ്ങനെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു അൺബോക്സിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. അധികം ചേരുവകളൊന്നും ചേർക്കാനില്ല. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിംഗാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 3 കപ്പ് പാൽ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ചൂടാക്കാനല്ല, നന്നായിട്ട് തിളയ്ക്കണം. അപ്പം തിളപ്പിക്കാൻ വയ്ക്കാം. ഞാൻ കറക്റ്റ് 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതായത് 750 ml പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാൽ തന്നെ കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ആവും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. ഏലക്കാപ്പൊടി ഇല്ലയെന്നാണെങ്കിൽ ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് എടുത്ത് മാറ്റും വേണം കേട്ടോ. പിന്നെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ഫുഡ് ഗ്രേഡ് റോസ് വാട്ടർ കേട്ടോ. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുഖത്ത് തേക്കുന്ന റോസ് വാട്ടർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാൻ പറ്റുന്നു. അത് മുഖത്ത് തേക്കുന്നതാണ്. ഇത് ഫുഡ് ഗ്രേഡാണ്. അപ്പം ഫുഡ് ഗ്രേഡാണ് നമുക്ക് ഇതുപോലെ ഫുഡിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂണൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ മതി. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുങ്കുമപ്പൂ വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലയെന്നാണെങ്കിൽ കുറച്ച് ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുങ്കുമപ്പൂവിൻ്റെ ഒരു കളറ് നല്ലൊരു കളറായിരിക്കും. അപ്പോൾ അതില്ലയെന്നാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു ടീസ്പൂണ് പാലെടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് നമ്മൾ സ്ക്രാപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ രസ്മലായിക്ക് ഒരു പാൽപ്പൊടി വെച്ചിട്ട് നമ്മൾ രസ്മലായിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള രസ്മലായി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാൽപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഞാൻ ആദ്യം ചേർത്തു. അപ്പോൾ അത് മധുരം ഇല്ലാതായപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ 3 കപ്പ് പാലിലേക്ക് ചേർക്കേണ്ടി വരും. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കൂടുതലും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഫ്രൺ നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കുറുകി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബദാം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതും പിന്നെ പിസ്ത സ്ലൈസസ് ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗ്രീൻ കളർ എങ്ങനെ പിസ്തക്ക് വന്നതെന്നുള്ളത്. അത് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. സാധാ പിസ്ത അല്ല, ഇങ്ങനെ പിസ്ത സ്ലൈസസ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ മുമ്പ് ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഈ ഒരു പുഡിംഗ് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ നിറയെ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം തിക്കായിട്ട് വരും. അപ്പോൾ വല്ലാണ്ട് കട്ടി പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസ് ആവാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ്ചർ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് 2 ടീസ്പൂൺ നേരെ എടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോർ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കട്ടിയായിട്ട് വരും. വല്ലാണ്ട് കട്ടിയാവില്ല. അതാ ഈ ഒരു പരുവം, ആ കാണുന്ന പരുവം മാത്രമേ ആവുള്ളൂ.
ഇനി നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കാനുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു 5 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം ആ ഒരു രസ്മലായിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രസ്മലായി ഉണ്ടാക്കുന്നില്ല, നമ്മൾ അതിന് പകരം ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ രസ്മലായിയുടെ ഒരു റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പാൽപ്പൊടി വെച്ചിട്ടുള്ള രസ്മലായി. അപ്പം അത് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ. ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലും ഭയങ്കരമായിട്ട് കട്ടി പാടില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുക്കാം. എന്നിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ ബ്രെഡിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്യാത്ത ബാക്കി കഷ്ണങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പം ഒരു ബേസായിട്ട് നമ്മൾ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ആ ഒരു ബ്രെഡ് ബാക്കിയുള്ളത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ്ചർ, മിൽക്കിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. വളരെ താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, കാരണം ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് മേലോട്ട് പൊങ്ങി വരും. അപ്പോൾ അത് കുഴപ്പമില്ല, എന്നാലും നമ്മൾ താഴ്ത്തി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോഴേ മനസ്സിലാവുണ്ടാവും ബ്രെഡ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് റൗണ്ടിലുള്ള ബ്രെഡാട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഈ ഒരു പാലിൻ്റെ മിക്സ്ചറിലും ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, വല്ലാണ്ട് ഡിപ്പ് ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്താൽ മതി. ആ ഒരു രസ്മലായി ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു അടിപൊളി ടേസ്റ്റ്. ബ്രെഡ് കൊണ്ട് നമ്മൾ എന്ത് പുഡിംഗ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിംഗ് റെസിപ്പീസ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയർ നമ്മൾ മുകളിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ ഒരു പാലിൻ്റെ മിക്സറും കൂടി ഒഴിച്ചു കൊടുക്കുക. അതും നല്ല താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, കാരണം ബ്രെഡ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇനി സ്പേസ് ഉണ്ടാവില്ല എന്ന്. താഴ്ത്തി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡിയായി കിട്ടും കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നമ്മളെ രസ്മലായി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് അത്രയേ ഉള്ളൂ. ഇനി ഇത് ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് റെഡിയാവും. വല്ലാണ്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ, നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഞാൻ കുറച്ച് ബദാമും പിസ്ത സ്ലൈസസും കൂടി വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു രസ്മലായിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ കഴിക്കാൻ പിന്നെ പറയണ്ടല്ലോ, രസ്മലായിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് രസ്മലായി. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പം പുഡിങ്ങിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അധികം ചേരുവകളൊന്നും ചേർക്കാനില്ല. വീട്ടിൽ പാലും അതുപോലെ ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പിന്നെ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തവർ, കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ഹോം മെയ്ഡ് റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ബ്രെഡൊക്കെ നന്നായിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ്ചറിൽ സോക്കായിട്ട് നല്ലതാണ്. അങ്ങനെ കണ്ടാൽ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട്, ബ്രെഡ് നമ്മൾ കഷ്ണങ്ങൾ വെക്കുന്നത് ആ ഒരു പുഡിങ്ങിൻ്റെ ട്രേൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഈ ബ്രെഡ് ഈ ഒരു മിക്സ്ചറിൽ ഇങ്ങനെ കോട്ടായിട്ട് വരണം. അപ്പം ബ്രെഡ് ഇതുപോലെ വട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ബ്രെഡ് വട്ടത്തിൽ ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നാലേ നമുക്കിത് ഓരോ പീസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ രസ്മലായി പുഡിങ്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മധുരം, കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു ടെക്സ്ചറാണ്. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായവരും അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ.
അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഒരു 5 dirhams ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളതിൻ്റെ ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റോസുവിനെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ റോസിനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. കാരണം പുറത്ത് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒരുപാട് പേര് റോസിനെ കണ്ടിട്ട് മനസ്സിലായിട്ട് അവളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ റീനുവിന് എന്താ പറയുക, അവൾക്ക് താല്പര്യമില്ല ഇങ്ങനെ വീഡിയോയിൽ വരാൻ. അതാണ് ഞാൻ പിന്നെ റീനുവിനെ വല്ലാണ്ട് കാണിക്കാത്ത കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കുട്ടികളുടെ വോയിസ് അങ്ങനെ വല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റോസിൻ്റെ റീൻ്റെയും വല്ലാണ്ട് ഇതിൽ യൂട്യൂബിൽ ഞാൻ കൊടുക്കാത്തത്. ഇൻസ്റ്റയിൽ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട് റീനുൻ്റെ റോസിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഡാൻസും പാട്ടൊക്കെ. അപ്പം ഇൻസ്റ്റാ ലിങ്ക് ഞാൻ പിൻ്റെ കമൻ്റായിട്ട് കൊടുക്കാം. അപ്പം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഇത് റീനിന് വാങ്ങിച്ചതാണ്, പക്ഷേ ഇപ്പോൾ റോസിൻ്റെ കയ്യിലാണ്. റീനിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കൊന്നുമില്ല. അവൾക്ക് പിന്നെ ബുക്സൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ബുക്സാണ് എവിടെ പോയാലും വാങ്ങിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടത്തിലാണ് ആൾ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബോക്സ് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണത്തിനകത്ത് വേറെ ഒരെണ്ണം കൂടിയുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. വന്ന് നോക്കിയപ്പം കുറേ ഉണ്ട്. എന്തായാലും വേസ്റ്റ് ഒന്നും ആവില്ല. കാരണം കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ല ബോക്സാണ്. കമ്മൽ, മോതിരം, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയത്. ഞാൻ ടേബിൾ മാറ്റാണ് വിചാരിച്ചിട്ട് വാങ്ങിച്ച ഇത് വാൾ സ്റ്റിക്കറായിരുന്നു. അപ്പോൾ അത് ഒന്ന് വേസ്റ്റായിപ്പോയി. വാളിൽ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കറാണ് അത്. അപ്പോൾ ഇത്രയുമാണ് ഞാനിപ്പം ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഏകദേശം ഒരു 110 ദിറംസിൻ്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തതെന്നുള്ളൂ. കാരണം ചിലർക്ക് ഇത് താല്പര്യം ഉണ്ടാവും. എനിക്ക് താല്പര്യമില്ലാത്തൊരു കേസാണ് ഇങ്ങനത്തെ അൺബോക്സിങ് ഒക്കെ കേട്ടോ. ഇത് ഐഫോണിൻ്റെ വാച്ചാണ്, സ്മാർട്ട് വാച്ചാണ്. അപ്പം ഇക്കാക്ക് വാങ്ങിച്ചാട്ടോ. ഇക്കയും റീനും ഫുൾ ടൈം വാച്ച്, അതുപോലെ തന്നെ അവർ അങ്ങനത്തെ സ്മാർട്ട് വാച്ചിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് രണ്ടുപേരും. ഞാനങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു വാച്ചിൽ എന്തൊക്കെയോ യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അൺബോക്സ് ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നല്ല പാക്കിങ്ങും ആയിരുന്നു. അതുപോലെ ആ ഒരു ബോക്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ. പിന്നെ റോസു റീനും ഇക്കാക്കും സ്മാർട്ട് വാച്ച് ആയപ്പം പിന്നെ റോസു വഴക്കടിക്കുന്നുണ്ട് അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ, കാരണം ഇവർ ഇക്കും റീനും എത്ര ഉറങ്ങി, എത്ര നടന്നു, ഹാർട്ട് റേറ്റ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പിൾ വാച്ച്. പലരും ചോദിക്കാറുണ്ട് റീനു ഫുൾ ടൈം വാച്ച് ഇടാറുണ്ടോയെന്ന്. റീനു കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വീട്ടിൽ നടക്കുമ്പോഴും ഫുൾ ടൈം വാച്ച് തന്നെയാണ്. അവൾക്ക് അതില്ലാണ്ട് പറ്റില്ല. അവളിങ്ങനെ അത് എന്താ പറയുക, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആൾ. അതുപോലെ തന്നെയാണ് ഇക്കാക്കും ഈ വാച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക ഇറിറ്റേഷനാണ് കേട്ടോ കയ്യിൽ അങ്ങനെയൊക്കെ കെട്ടി നടക്കുന്നതൊക്കെ. ഇപ്പോൾ റോസു അത് വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അവൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റീൻ്റെ പോലത്തെ വാച്ച് വേണമെന്ന്. അപ്പം ഈ ഒരു അൺബോക്സിങ്ങും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിവ് അവേ നമ്മൾ UAE-ലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫാംസ്കേറ്റാണ് നമുക്ക് ഗിഫ്റ്റ്സൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. വെജിറ്റബിൾ ബോക്സാണ് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് 5 പേർക്ക്.
അപ്പം ആ ഒരു വീഡിയോ നമ്മൾ സിംഗപ്പൂരിയൻ റൈസ് റെസിപ്പി വീഡിയോയിൽ നിന്നാണ് നമ്മൾ 5 വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. UAE മാത്രമുള്ള ഗിവ് അവേ ആയതുകൊണ്ട് അധികം പേരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് പേര് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വിന്നേഴ്സ് ആയവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദിവസത്തിനകത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, വാട്സപ്പ് നമ്പർ കേട്ടോ, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ അഫീന മുജീബാണ്. കൺഗ്രാറ്റ്സ് അഫീന. രണ്ടാമത്തെ വിന്നർ ഐഷ ഹന്നയാണ്. മൂന്നാമത്തെ ആൾ ഷിജിന ഷിഹാബാണ്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. നാലാമത്തെ വിന്നർ രമ്യ കെ ആണ്. അഞ്ചാമത്തെ പേര് ഷംനാസ് താഹിർ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.